എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരു വ്യക്തിയുടെ അടുത്ത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിക്കും എന്ത് പറയണം. ചിലർ പറയും അത് ഹൃദയമാണെന്നും, മറ്റു ചിലർ പറയും അത് കണ്ണുകളാണെന്നും, മറ്റു ചിലർ പറയും അത് തലച്ചോറാണെന്നും. പക്ഷേ എല്ലാ അവയവങ്ങളുടെയും ശരിയായ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം. എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തലച്ചോറ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഈ തലച്ചോറ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ തമ്മിൽ ചേർന്ന് വെച്ചുണ്ടാക്കിയിട്ടുള്ള, കണക്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു അവയവമാണ്. ഇതിനകത്ത് നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അല്ലെങ്കിൽ തലച്ചോറിനകത്ത് നടക്കുന്ന ചില വൈദ്യുത തരംഗങ്ങളാണ് മനുഷ്യൻ്റെ ചിന്താശക്തിയെയും ഓർമ്മശക്തിയെയും കോഗ്നിറ്റീവ് പവർ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ നമുക്കുണ്ടാക്കി തരുന്നത് ഈ തലച്ചോറിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ പലപ്പോഴും വളരെ നിഷ്കളങ്കമാണെന്ന് നമ്മൾ കരുതുന്ന പല പ്രവൃത്തികളും ഈ തലച്ചോറിന് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന പുതിയ പല ശീലങ്ങളും, നമ്മൾ അതൊക്കെ വിചാരിക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ലാത്ത ശീലങ്ങളാണെന്നാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പല ശീലങ്ങളും ഭാവിയിൽ നമ്മുടെ തലച്ചോറിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന മറവികൾ, ചില സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ തീരുമാനിക്കും, എല്ലാം തീരുമാനിച്ച് അവിടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സോ പേപ്പേഴ്സോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തു വെക്കും. പക്ഷേ പോകുന്ന സമയത്ത് ഇതെടുക്കാൻ മറക്കും. അല്ലെങ്കിൽ കാറിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് ഓർക്കുക, അയ്യോ താക്കോൽ എടുത്തില്ലല്ലോ. പിന്നെ നമ്മൾ ആലോചിക്കും താക്കോൽ എവിടെ വെച്ചത്. അതേപോലെ തന്നെ ചിലപ്പോൾ പോക്കറ്റിനകത്ത് കണ്ണട വെച്ചിട്ട് കണ്ണട തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാകാം. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. പക്ഷേ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ വന്ന ദൗർബല്യങ്ങളെ കൊണ്ടും ആകാം. പല കാര്യങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാക്കാനോ ഒക്കെ കഴിയും. നിങ്ങൾ പലരും വിചാരിക്കും ഇത്രയും പ്രായമായില്ലേ, ഇനി ഇത്രയും മറവിയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. 10-60 വയസ്സ് മാത്രം പ്രായമുള്ള ആൾക്കാരൊക്കെ ചിലപ്പം പറയാറുണ്ട്, വയസ്സൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ മറവിയൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ അതൊക്കെ തെറ്റാണ്. കാരണം സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ള മറവികളൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നോക്കൂ, നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ തന്നെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ എത്ര പേരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലിപ്പോൾ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ എത്ര പേര് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വളരെ ബ്രൈറ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് മാത്രം അല്പം ഓർമ്മശക്തിയും ലോസൊക്കെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. അപ്പോൾ ശരിയായ ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് കൂട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടാത്തത്? ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഇതിൽ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ നമ്മൾ ഇന്ന് സ്വാഭാവികമായിട്ടും സർവ്വസാധാരണമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10 കാര്യങ്ങൾ പലതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിനെ ഒന്നും റെക്ടിഫൈ ചെയ്താൽ, അതിനൊന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഓർമ്മശക്തിയും കോൺസെൻട്രേഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അതിൽ ആദ്യം ഒന്ന് പറയുന്നത് ഡൂം സ്ക്രോളിംഗ് എന്നാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഡൂം സ്ക്രോളിംഗ് എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവാം. ഡൂം സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ, സ്ക്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ തോണ്ടി കളിക്കുക. അപ്പോൾ ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടന്നാലൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒരു റീല് കാണാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് മിക്കവാറും 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് താഴെ ഇത് വെക്കാറുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന് ഈ നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്തുള്ള ഡോപ്പാമിൻ്റെ ഒക്കെ അളവ് വർദ്ധിക്കും. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാനൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വരും. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതിൻ്റെ ആക്ടിവിറ്റീസ് കുറയും. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലാണ് നമ്മുടെ പല പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, നമ്മുടെ മെമ്മറി, കോൺസെൻട്രേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിലകൊള്ളുന്നു. അപ്പോൾ ഇതിൻ്റെ ന്യൂറോൺസിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഈ ഇത്തരത്തിലുള്ള ഡൂം സ്ക്രോളിങ് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഉണ്ടാകും. അതേപോലെ തന്നെ ഇതിന് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ കുറയാനുള്ള ഒരു കാരണമായിട്ടും തീരും.
പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ചില സമയത്ത് അപ്പോഴായിരിക്കും പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട പല മെസ്സേജുകളും എനിക്ക് വായിക്കാൻ വേണ്ടി പറ്റുക. ഒരു പക്ഷേ രാവിലെ ഒക്കെ ഇത് മൊബൈൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് തന്നെ വിഷമമാണ്. അവർ പറയുക ആ കൂടി കുറച്ച് മണിക്കൂറാണ് നമുക്ക് കിട്ടുക, ഈ സമയത്ത് നിങ്ങൾ ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കെങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളുടെ തീവ്രത കുറക്കാൻ വേണ്ടിയും ഈ ഡൂം സ്ക്രോളിങ് കാരണമായി തീരും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡൂം സ്ക്രോളിങ് കൊണ്ട് നമ്മുടെ മെമ്മറി ശക്തിയും കുറേശ്ശെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനാവശ്യമായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്നല്ല, അത് ഉപയോഗിക്കുന്നതിനുള്ള സമയം ക്ലിപ്തപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകേണ്ട ഒരു കാലം കൂടിയാണിത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ഐസൊലേഷനാണ്. സൈക്കോ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടും സാമൂഹിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ചിലപ്പോൾ കാണും, ഓഫീസ് അവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ വർക്ക് തിരിച്ചു കഴിഞ്ഞു, വീട്ടിലെത്തി TV, ആരോടും സംസാരമില്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, സാമൂഹ്യ ജീവിതത്തിലുള്ള ഇടപെടലുകൾ പുതിയ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരിൽ പെട്ടെന്ന് തന്നെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. മൂന്നാമതായിട്ട് ലേസി ഹാർട്ട്. ലേസി ഹാർട്ടും നിങ്ങളുടെ തലച്ചോറിനെ ലേസിയാക്കും. ലേസി ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയം പടപടാ മിടിക്കണമെന്നോ അടിക്കണമെന്നോ ഒന്നുമല്ല, മറിച്ച് ഹാർട്ടിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളാണ്. അപ്പോൾ ശരിയായിട്ടുള്ള കായികമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയില്ലെങ്കിലും അതും നിങ്ങളുടെ തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസ് കുറക്കാൻ വേണ്ടി കാരണമായിട്ടിരിക്കും. കാരണം നമ്മുടെ തലച്ചോറിനകത്ത് പുതിയ ന്യൂറോൺസ് ഉണ്ടാക്കുന്നത് BDNF എന്ന് പറയുന്ന ഒരു കോളനിയാണ്, ഒരു ചില റിയാക്ഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഇടപെടലുകൾ കുറയുന്നതുകൊണ്ട് തന്നെ പുതിയ ന്യൂറോൺസിൻ്റെ ഉൽപ്പാദനം തലച്ചോറിനകത്ത് കുറയും. അപ്പോൾ ഡാമേജ് ആകുന്നതിന് പകരമായിട്ട് പുതിയത് ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ പുതിയത് കൂടുതൽ ഡാമേജ് ആകാനുള്ള സാധ്യതകളൊക്കെ വ്യായാമങ്ങൾ കുറയുന്ന വഴി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഹൈപ്പോ ക്യാമ്പസ് ആക്ടിവിറ്റീസൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ വ്യായാമങ്ങൾ സഹായകരമാണ്. അപ്പോൾ ഹൈപ്പോ ക്യാമ്പസ് ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള നല്ല വ്യായാമങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ടും ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. നാലാമതായിട്ട് സ്ട്രെസ്സാണ്. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. ടെൻഷൻ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെൻഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോളും അഡ്രിനാലിനൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് വർദ്ധിപ്പിക്കും. ഇത് സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്നതും ഓക്സിഡേറ്റീവ് ഡാമേജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് എപ്പോഴും സ്ട്രെസ്സിൽ ഉതകുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്കും പെട്ടെന്ന് തന്നെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമാണ്. ശരിയായ രീതിയിലുള്ള ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പലപ്പോഴും ഈ ബ്രെയിന്, നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉറങ്ങാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ബ്രെയിന്. അപ്പോൾ ബ്രെയിൻ ആ സമയത്താണ് നമ്മുടെ എല്ലാവിധ ചിന്തകളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ആവശ്യമില്ലാത്തതിനൊക്കെ തള്ളിക്കളഞ്ഞ് എല്ലാം ഒന്ന് പെർഫെക്റ്റ്ലി ഓർഡർ ആക്കിയിട്ട് വെക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒരു 8 hours നമ്മൾ ഉറങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ കുറയും, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. മറ്റൊന്ന്, ഓർത്തെടുക്കാനുള്ള കഴിവുകൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നിങ്ങൾ തന്നെ ആലോചിക്കും, ചില ദിവസങ്ങൾ നമ്മൾ ഉറങ്ങാതിരുന്നാൽ തന്നെ പിറ്റേ ദിവസം നമുക്ക് വളരെ പരിചിതമായ ചില ആൾക്കാർ, ചില പേരുകൾ, ഇതൊക്കെ നമുക്ക് മറക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരും. അപ്പോൾ ഇത് ന്യൂറോണൽ ഡാമേജ് വർദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ. നെർവ്സിൻ്റെ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടി ഉറക്കം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ പരിഗണിക്കുക. ഇനി ആറാമത്തേതായിട്ടുള്ളത് നമ്മുടെ മെൻ്റൽ ലേസിനെസ്സാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മടിയാണ്. പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, വെറുതെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, അവർ ഏൽപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത്, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഒരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്കും, അതായത് മെൻ്റൽ ആയിട്ടുള്ള മടിയുള്ള ഒരാൾക്കും, മാനസികമായിട്ടുള്ള മടിയുള്ള ഒരാൾക്കും ബ്രെയിൻ ഡാമേജിനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് റെഗുലറായിട്ട് പുതിയ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ചെറുതായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന് ചുറ്റും 1-2 ചെടികൾ നട്ട് വളർത്തുക, അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. പുതിയ സ്കില്ലുകൾ
പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഒന്നുമില്ലെങ്കിൽ പത്രത്തിൻ്റെ പേജുകൾ മറിച്ച് അതിനകത്ത് പസിൽസൊക്കെ ഉണ്ടാവും. നമുക്ക് ചില വിട്ട ഭാഗം പൂരിപ്പിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യം, അങ്ങനെയുള്ള പസിൽസൊക്കെ ഒന്ന് കുറച്ച് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുക. അതൊക്കെ ഈ മാനസികമായിട്ടുള്ള മടി കുറക്കാനും അതുവഴി നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാനും വേണ്ടി കഴിയും. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട 7ാമതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒളിപ്പിച്ച് വെക്കുന്ന സെൻറ്റിമെൻറ്റ്സ് ഇല്ലാണ്ടാക്കുക. പലപ്പോഴും നമ്മൾ മനുഷ്യനാണ്, സെൻറ്റിമെൻറ്റ്സിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതൊക്കെ ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിരോധം മനസ്സിൽ തന്നെ വെച്ച് കൂട്ടി അതിനൊരു വലിയ ഒരു ഒരു പൂട്ടിട്ട് പൂട്ടി അതിനെ അവിടെ ഭദ്രമായി തലച്ചോറിനകത്ത് സൂക്ഷിച്ച് വെച്ച് ഇത് വല്ലപ്പോഴൊക്കെ എടുത്ത് കൊട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ്സും ഭാവിയിലേക്ക് നിങ്ങളെ ഫിയറിലേക്കും അല്ലെങ്കിൽ പേടിയിലേക്കും അത് ക്രമേണ ആങ്കറിലേക്കും ദേഷ്യത്തിലേക്കും അത് പിന്നീട് പാരനോയ പോലെയുള്ള വളരെ സൈക്കോളജിക്കലി അങ്ങേയറ്റം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ എത്തിക്കാം. പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമായിട്ട് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 8ാമതായിട്ട് പറയാനുള്ളതാണ് ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം. ഭക്ഷണം ശരിക്കും ശരീരത്തിനകത്തുള്ള മുഴുവൻ അവയവങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം, തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്ന് omega-3 ആണ്. omega-3 ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അത് മാത്രമല്ല അതൊരു ഫാറ്റി ആസിഡാണ്. ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൻ്റെ ചെറിയ രൂപങ്ങളാണ് ഈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. തലച്ചോറിൻ്റെ ഭൂരിഭാഗവും ഉണ്ടാക്കിയിട്ടുള്ളതും കൊഴുപ്പ് കൊണ്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് omega-3 വളരെ എസെൻഷ്യലായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് വൈറ്റമിൻ ബി കോംപ്ലക്സ്. നമുക്കെല്ലാം അറിയുന്ന പോലെ നെർവിൻ്റെ നാഡികളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ബി അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റുകൾ, നെയ്യ്, വെണ്ണ പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക, ചീസ്, ബട്ടറൊക്കെ കഴിക്കുക. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ധാരാളമായിട്ട് നോൺ വെജിറ്റേറിയൻ മീറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ B12 ധാരാളമായിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. ബി കോംപ്ലക്സ് ടോട്ടലായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കും. ഇനി 3ാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ പോലെയുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട്, സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള പഴങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക, ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആൻറ്റി ഓക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ തലച്ചോറിന് വരുന്ന ഡാമേജുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് അമിനോ ആസിഡുകളാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രോട്ടീനിൻ്റെ ചെറിയ രൂപങ്ങൾ. അപ്പോൾ മുളപ്പിച്ച രീതിയിലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. അത്തരത്തിലുള്ള അമിനോ ആസിഡുകൾ ധാരാളം കൊടുക്കുന്നതും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമാണ്. ഇത് നല്ല സാധനം കൊടുത്താൽ മാത്രം പോരാ, ചീത്ത സാധനങ്ങൾ ഒഴിവാക്കുകയും വേണം. ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, എല്ലാ കാർബോഹൈഡ്രേറ്റും അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര പോലെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ബേക്കറി സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടും ചുറ്റോടുമുള്ള ഒരു ഭക്ഷണ രീതി തീർച്ചയായിട്ടും നിങ്ങളുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ഇനി 9ാമതായിട്ട് പറയാനുള്ളത് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ജലാംശം ശരീരത്തിന് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കുക എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന്, 50 കിലോ ആകുമ്പോൾ 2 ലിറ്റർ, 75 കിലോ ആകുമ്പോൾ 3 ലിറ്റർ എന്ന രീതിയിൽ അത് ശുദ്ധമായ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വാട്ടർ ഇൻടേക്ക് കൊടുക്കുന്നത്. ഇത്തരം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തലച്ചോറിൻ്റെ ബ്രെയിൻ സെൽസും അതുപോലെ തന്നെ ന്യൂറോൺസും ഷ്രിങ്കായി പോകും, ചുരുങ്ങിപ്പോവും. അപ്പോൾ ഇത്തരത്തിൽ ചുരുങ്ങുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് വാസ്കുലാർ ഹെഡേക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുക. നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിൽ വെള്ളം ശരിയായ രീതിയിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് അതികഠിനമായ തലവേദനയൊക്കെ അനുഭവപ്പെടാറൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ ജലാംശം ശരീരത്തിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. വരണ്ട കാലാവസ്ഥയിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. വ്യായാമങ്ങളോ അതുപോലെയുള്ള ആക്ടിവിറ്റീസോ കഴിഞ്ഞ് വേർപ്പ് കൂടുന്ന സമയത്ത് കൂടുതൽ നന്നായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. എയർ കണ്ടീഷനിലൊക്കെ ഉള്ള റൂമുകളിൽ താമസിക്കുന്ന ആൾക്കാർ കൂടുതൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും കൂടി ചെയ്യുക. ഇനി 10ാമതായിട്ട് വളരെ പ്രധാനമുള്ള ഒരു കാര്യം ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസിൻ്റെ എക്സ്പോഷർ, സ്ഥിരമായിട്ട് ഹെവി മെറ്റൽസുമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് തലച്ചോറിൻ്റെ ഡാമേജിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പ്രത്യേകിച്ച് ലെഡ്, മെർക്കുറി, ആർസനിക് പോലെയുള്ള, അലുമിനിയം പോലെയുള്ള മെറ്റൽസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ള പോയിസണിങ് ആണ്. ശരീരത്തിലെ പല അവയവങ്ങൾ, പ്രത്യേകിച്ച് നെർവ്സിനൊക്കെ ഡാമേജ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുകൾ ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസിനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസിൻ്റെ കണ്ടൻറ്റ് അകത്ത് കയറുമ്പോൾ തലച്ചോറിന് ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഇത്തരം വ്യക്തികൾക്ക് അവരുടെ ഇൻ്റലിജൻറ്റ് കോൺഷ്യസ് എന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവർ വളരെയധികം അഗ്രഷൻ കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് ഡിപ്രഷൻ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സാധ്യതകളും ഈ ഹെവി മെറ്റൽസ് കൊണ്ട് ഉണ്ട്. അപ്പോൾ ഹെവി മെറ്റൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് എന്ന് മാത്രം ഉള്ളതല്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ടാപ്പ് വാട്ടർ ഒന്ന് ചെക്ക് ചെയ്യുക. ടാപ്പ് വാട്ടറിനകത്ത് ഹെവി മെറ്റൽസിൻ്റെ അളവുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫിൽറ്റർ ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ഫിൽറ്ററുകൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്തുള്ള ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് പോലെയുള്ള അല്ലെങ്കിൽ ഡിയോഡറൻസ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ അതിനോടുള്ള എക്സ്പോഷർ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അത് ഉപയോഗിച്ച് തീരൂ എന്നുള്ളവർ അതിൻ്റെ കണ്ടൻറ്റിനകത്ത് ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അയാളുടെ ചിന്താശക്തിയാണ്, അയാളുടെ കോഗ്നിറ്റീവ് പവറാണ്, അല്ലെങ്കിൽ കാര്യങ്ങളെ നേരിടാനുള്ള, കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള അയാളുടെ മിടുക്കാണ്. അപ്പോൾ ഒരു സോഷ്യൽ ആനിമൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ ഒരു മനുഷ്യനെ വ്യക്തിത്വമുള്ള മനുഷ്യനാക്കുന്നതിൽ നമ്മുടെ തലച്ചോറിന് നിർണായകമായ പങ്കാണുള്ളത്. അപ്പോൾ ആ തലച്ചോറിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കുക. അതിനെ ഡാമേജ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പൂർണ്ണമായിട്ടും മാറ്റുക. ഇനി ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റായിട്ട് അത് തലച്ചോറിനെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടുന്ന അനുയോജ്യമായ രീതിയിലുള്ള മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻസും അവർ കഴിച്ചേ തീരൂ. അത്തരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻസിനകത്തും കെമിക്കൽസിൻ്റെ സാന്നിധ്യം പരമാവധി കുറച്ചുകൊണ്ട് ന്യൂട്രാസ്യൂട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ഇല്ലാത്ത സപ്ലിമെൻറ്റ്സിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് കൃത്യമായ അനുപാതത്തിൽ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു ഡോക്ടറെ, ഫിസീഷ്യനെ തന്നെ സമീപിക്കുക. അപ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയുള്ള ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം സപ്ലിമെൻറ്റേഷൻസ് സ്വീകരിക്കുക. മറ്റു വിഷയവുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.